എന്റെ ഇളയാള് ധാരാളം ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൻ ഒരു പ്രാവശ്യം ചോദിച്ചതാണ്, അമ്മ പറഞ്ഞിട്ടുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്, പക്ഷെ നമ്മൾ പല രൂപത്തിലാണ് അവരെ കാണുന്നത്. ഇപ്പൊ ശിവനൊക്കെ രൂപം കൊടുത്ത് കാണുന്നത് എന്തിനാണ് പിന്നെ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഒരു ഈശ്വരൻ എന്ന ഒരാളെ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന ശക്തിയെ നമ്മൾക്ക് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? അതായത് ഒരു കാര്യം നമുക്ക് തരുന്ന ആളിനും അപ്പുറം എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് ആ ഒരു ശക്തിയെ കുറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അറിവ്. കേരളത്തിൽ ഇന്ന് ഗവൺമെന്റ് വന്നില്ലേ അല്ലേ? ആരാ ഗവൺമെന്റ്? UDF. അതെ. VD സതീശനാണോ? അതെ. ആണോ? VD സതീശൻ മാത്രാണോ? അല്ല. രമേശ് ചെന്നിത്തലയാണോ? അല്ല. 21 പേര് അടങ്ങുന്ന. അങ്ങനെ ഓരോരാൾക്കും വ്യത്യസ്ത രൂപത്തില് ഭാവത്തില് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതെല്ലാം ചേരുമ്പോഴാണ് ഗവൺമെന്റ്. അതാണോ ഗവൺമെന്റ്? അല്ല. കളക്ടറാണ് ഗവൺമെന്റ്. കളക്ടറാണോ ഗവൺമെന്റ്? അല്ല. ഗവർണറാണ് ഗവൺമെന്റ്. ഗവർണറാണോ ഗവൺമെന്റ്? അല്ല. കോടതിയാണ് ഗവൺമെന്റ്. ഇതെല്ലാമാണ് ഭാരതീയ ദേവസങ്കല്പം. അതില് ഒരു ഭഗവാനുണ്ട്, അയാൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അടുത്ത ഭഗവാനുണ്ട്, അയാളും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വേറൊരാളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട്. ഇവരാണോ ഭഗവാൻ എന്ന് ചോദിച്ചാൽ അവരല്ല, അവരാണോ ചോദിച്ചാൽ ആണ്. അതുപോലെ അതൊരു വലിയ കൺസെപ്റ്റാണ്. അത് മനസ്സിലാവണമെങ്കിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയ ദേവസങ്കല്പം. അതല്ലാതെ നമ്മൾ പഠിച്ചു വരുന്ന പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് അത്തരം കുറേ ചിന്തകള് ഉണ്ടാവട്ടെ, വളരട്ടെ, ക്വസ്റ്റ്യൻസ് വരട്ടെ, അതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ല, ഇപ്പൊ നമ്മളില്ലേ ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം തരാനിരിക്കുന്ന ആളല്ല. അതാരാ പറഞ്ഞത് അങ്ങനെയാണെന്ന്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് നമ്മുടെ ഭഗവാൻ. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. എന്റെ ഉള്ളിലുള്ള ബ്രഹ്മാവ്. ഈ ചോദ്യം ചോദിപ്പിക്കാനുള്ള ചോദ്യം ഉണ്ടാക്കുന്ന ആ തോന്നലാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് ഒരു രൂപം കൊടുത്തു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ആ ഉത്തരം പറഞ്ഞു തരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതി. അതിൽ ഒരു ദേവിയുടെ സങ്കല്പം കൊടുത്തു. എനിക്ക് ബിസിനസ് ചെയ്യാൻ ക്യാഷ് തരുന്നത് ലക്ഷ്മി. ആ ചെയ്യാനുള്ള പ്രവൃത്തി വിഷ്ണു. ദേവസങ്കല്പം എന്ന് പറയുന്ന വലിയ കാര്യം. കുറേ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, കുറേ ശ്ലോകങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിത്യ ശ്ലോക ഡോക്ടർ TPS കുറേ ഓരോ ശ്ലോകം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള സങ്കല്പങ്ങൾ എന്താണ്, ഭാവം എന്താണ്, എന്തിനാണ് എന്നൊക്കെ. അത് എല്ലാവരും പഠിച്ച് മക്കളെ പഠിപ്പിക്കണം എന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞതല്ല, അത്തരം സങ്കല്പങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് രൂപമല്ല. ആ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെയാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അച്ഛനാണോ എന്ന് വെച്ചാൽ അച്ഛനില്ലാത്ത കുടുംബങ്ങളില്ലേ? ഉണ്ട്. അച്ഛനും ആണ്, ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കില്ല. ഇനി പോയാലും ആ ഒരു വിശ്വാസത്തിൽ അച്ഛനുണ്ട് എന്നുള്ള ഭാവത്തിൽ ഒരു പടം വെച്ചിട്ട് ഇതാണ് എന്റെ അച്ഛൻ എന്ന് പറയും. അത് പടമാണെന്ന് നമ്മൾ പറയാറില്ല, അച്ഛൻ തന്നെ പറയാറില്ല. അച്ഛന്റെ പടമാണെന്ന് ആരെങ്കിലും പറയാറില്ല. ഇല്ല, അച്ഛനാണെന്ന് തന്നെ പറയാം. അങ്ങനെ പരിചയപ്പെടുത്താം. അപ്പോ പടത്തിലും നമ്മൾ ആ സങ്കല്പം കൊടുക്കുകയാണ്. സങ്കല്പമാണ് പ്രാധാന്യം. ദേവസങ്കല്പം എന്നാണ് പറയാ. ഈശ്വരൻ, ദേവസങ്കല്പം എന്നൊക്കെയാണ് പറയാ. ദൈവം, ഈശ്വരൻ എന്നുള്ള വാക്കേ ഇല്ല. അത് നമ്മൾ പണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലോഡ് എന്നൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ്, അബദ്ധം ചെയ്തുകൊണ്ടാണ്. എന്നെ ഈ അമ്മ കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ. അമ്മ പോയാലും ഒരമ്മയുടെ സങ്കല്പം മനസ്സിലുണ്ടാവും. ആരുമില്ലെങ്കിലും ഭഗവാൻ ഉണ്ടാവും. അമ്മ ഇല്ലെങ്കിലും നിന്നെ രക്ഷിക്കുന്നത് വേറൊരു എനർജിയാണ്, നമ്മുടെയൊക്കെ കൂടെയുള്ള ഒരു എനർജിയാണ്. അതാണ് കുടുംബം. ആ കുടുംബവും കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത ലെവൽ. എനിക്ക് കാണാൻ പറ്റാത്ത പലതും. നമ്മളെയൊക്കെ കണക്ട് ചെയ്യുന്നത് കുടുംബമാണ്, അല്ല. അപ്പൊ എന്തോ ഒരു ശക്തി നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ലോകം തരുന്നു. നമ്മുടെയൊക്കെ ആറ്റംസ് ആണ് നമ്മളെയൊക്കെ പ്രമ്യൂട്ട് ലെവൽ എന്ന് പറയുന്നു. അതിനുള്ളിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് എന്തിനാ കറങ്ങണേ? ഗ്രഹങ്ങൾ എന്തിനാ സൂര്യന് ചുറ്റും കറങ്ങണേ? അതിനൊക്കെ ഒരു സങ്കല്പം, ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയാണ് ഭഗവാൻ. അതാണ് ഈശ്വരൻ. ഭഗവാൻ എന്നുള്ള വാക്കിന് ഫുൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഏറ്റവും സുപ്പീരിയർ എന്നുള്ള അർത്ഥമാണ്. Thank you.